സ്ത്രീകൾക്ക് കെ.എസ്.ആർ.ടി.സി ബസ്സിൽ യാതൊരു മാനദണ്ഡവുമില്ലാതെ സൗജന്യ യാത്ര ചെയ്യാവുന്ന പ്രിയദർശിനി പദ്ധതി 15-ാം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ മരണമണി മുഴക്കിക്കൊണ്ടാണെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി. സംസ്ഥാന പൊതുഗതാഗത രംഗത്ത് മുഖ്യ പങ്ക് വഹിക്കുന്ന സ്വകാര്യ ബസ് വ്യവസായത്തെ നിലനിർത്താൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായ പാലമുറ്റത്ത് വിജയകുമാർ ആവശ്യപ്പെട്ടു. സ്ത്രീകൾക്ക് കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ യാതൊരു മാനദണ്ഡവുമില്ലാതെ സൗജന്യമായി യാത്ര ചെയ്യാവുന്ന പ്രിയദർശിനി പദ്ധതി 15-ാം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ മരണമണി മുഴക്കിക്കൊണ്ടാണെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ആരോപിച്ചു. പെട്രോളിയം വിലവർദ്ധനവിനെ തുടർന്ന് ഡീസലിന്റെ വിലക്കയറ്റത്തെ കൂടാതെ ടയർ, ഓയിൽ, ഗ്രീസ്, ടയർ റീട്രേഡിംഗ് ഉൾപ്പെടെ ആയിരക്കണക്കിന് രൂപയുടെ ചിലവാണ് ഈ മേഖലയിൽ വർദ്ധിച്ചിരിക്കുന്നത്. ഇതിനാൽ തന്നെ സ്വകാര്യ ബസ് സർവീസുകൾ നടത്തുക എന്നത് പ്രതിസന്ധി നിറഞ്ഞ പ്രവൃത്തിയായി മാറിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ബസ്സുകളിലെ 60% വരുന്ന സ്ത്രീ യാത്രക്കാർക്ക് കെ.എസ്.ആർ.ടി.സി ബസ്സിൽ മാനദണ്ഡങ്ങളില്ലാതെ സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുന്നത്. 35,000-ലേറെ സ്വകാര്യ ബസ്സുകൾ ഉണ്ടായിരുന്ന സംസ്ഥാനത്ത് കാലാകാലങ്ങളിൽ ഭരിച്ച സർക്കാരുകളുടെ നയവൈകല്യങ്ങൾ മൂലം ഇപ്പോൾ ബസ്സുകളുടെ എണ്ണം 1/3 കുറഞ്ഞിരിക്കുകയാണ്. ലക്ഷത്തിലധികം തൊഴിലാളികൾ നേരിട്ടും അനുബന്ധമായും 10,000-കണക്കിന് പേർക്ക് പരോക്ഷമായും തൊഴിൽ നൽകിയിരുന്ന മേഖലയെ നശിപ്പിച്ചുകൊണ്ടാണ് കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര സർക്കാർ അനുവദിക്കുന്നത്. സംസ്ഥാനത്തിന്റെ പൊതുഗതാഗത രംഗത്ത് മുഖ്യ പങ്കുവഹിക്കുന്ന സ്വകാര്യ ബസ് വ്യവസായത്തെ നിലനിർത്താൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായ പാലമുറ്റത്ത് വിജയകുമാർ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.